ദയാദുർഗ. രചന നിമ സുരേഷ്. അവതരണം അപര. ഒരവസരം കൊടുത്തൂടെ? നമ്മുടെ കിച്ചുവല്ലേടാ. ശ്രീറാമിൻ്റെ സ്വരം ദയനീയമായി. മിഴികൾ ചുവന്ന് കലങ്ങി. ഗോപുവും ശരണും പരസ്പരം നോക്കി. പിന്നീട് എഴുന്നേറ്റ് കൈലാസ് ഇരിക്കുന്ന കസേരയ്ക്കരികിലേക്ക് നടന്നെടുത്തു. മുഖം കുനിച്ചിരിക്കുന്ന കൈലാസിൻ്റെ കൈമുട്ടിൽ പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ച് ശരൺ അവനെ മുറുകെ പുണർന്നു. എത്രയൊക്കെ ശ്രമിച്ചിട്ടും കൈലാസിന് തൻ്റെ ശബ്ദം അടക്കിപ്പിടിക്കാൻ കഴിയുന്നുണ്ടായില്ല. അവൻ ഉറക്കെ കരഞ്ഞുപോയി. ഇതുവരെ അനുഭവിച്ച അവഗണനകളും ഒറ്റപ്പെടലും അപമാനങ്ങളും അവൻ്റെ മിഴികളിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന നീർക്കണങ്ങളിൽ അലിഞ്ഞു ചേർന്നിരുന്നു. അല്പസമയത്തിനു ശേഷം ഗോപുവും വിതമ്പിക്കൊണ്ട് അവർക്കിടയിലേക്ക് നൂണ്ടു കയറി. കണ്ടു നിന്നവരുടെയെല്ലാം നെഞ്ചു വിങ്ങി. മഹാലക്ഷ്മിയും ശാന്തിയക്കയും പുഞ്ചിരിയോടെ കണ്ണു തുടച്ചപ്പോൾ ഹാളിലെ സോഫയിലിരുന്ന് ഉദയൻ നിറഞ്ഞ മനസ്സോടെ ശേഖരനെ തൻ്റെ തോളോട് തോൾ ചേർത്ത് പിടിച്ചു. വർഷങ്ങളായുള്ള അവരുടെ സൗഹൃദത്തിൻ്റെ കെട്ടുറപ്പായിരുന്നു ആ 4 മക്കളുടെയും സ്നേഹത്തിൻ്റെയും സൗഹോദര്യത്തിൻ്റെയും കരുതലിൻ്റെയും അടിത്തറ. മൂവരുടെയും സ്നേഹപ്രകടനങ്ങൾ ശ്രീറാം നിറഞ്ഞ മനസ്സോടെ നോക്കിക്കണ്ടു. ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് താൻ നേരത്തെ മുൻകൈ എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ കാര്യങ്ങൾ ഇത്രമാത്രം വഷളാകുമായിരുന്നില്ല എന്നവൻ ഒരു വേള ചിന്തിച്ചു. ഒരു ദീർഘനിശ്വാസമെടുത്ത് കണ്ണുകൾ അലക്ഷ്യമായി മുകൾ നിലയിലേക്ക് ചലിപ്പിച്ചപ്പോഴാണ് കൈവരിയിൽ പിടിച്ച് ഹാളിലേക്ക് നോട്ടമെയ്ത് നിൽക്കുന്ന ദയയിലേക്ക് അവൻ്റെ മിഴികൾ ഉടക്കിയത്. തൊട്ടടുത്ത മാത്രം അവൻ്റെ മിഴികൾ ഒന്ന് മിന്നി. അവളുടെ മുഖഭാവം കണ്ടാലറിയാം താഴെ നടന്ന ചർച്ചകളെല്ലാം അവൾ കേട്ടിട്ടുണ്ട്. ശ്രീറാം ദയയെ നോക്കി കൈകൊണ്ട് താഴേക്ക് വരാനായി ആംഗ്യം കാണിച്ചു. മടിച്ചു നിന്നെങ്കിലും ശ്രീറാമിൻ്റെ നോട്ടം തന്നിൽ നിന്നും അണുവിട വ്യതിചലിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൾ പതിയെ താഴേക്ക് നടന്നു. വളരെ പതുക്കെ കോണിപ്പടികൾ ഇറങ്ങിയ അവൾ ആരെയും ശ്രദ്ധിക്കാതെ അവനരികിൽ തന്നെ ചെന്നു നിന്നു. ഇരുവരും പരസ്പരം നോക്കിയപ്പോൾ ശ്രീറാം ഒന്ന് പുഞ്ചിരിച്ചു. വളരെ നേർമയിൽ തിരികെ ദയയും. ശ്രീറാമിനരികിൽ നിൽക്കുന്ന ദയയെ കണ്ട നിമിഷം കൈലാസ് മെല്ലെ ഗോപുവിനെയും ശരണിനെയും തൻ്റെ ദേഹത്ത് നിന്നും അടർത്തി മാറ്റി അവൾക്കരികിലേക്ക് നടന്നെടുത്തു. തനിക്കരികിലേക്ക് ചുവടുകൾ നീക്കുന്ന കൈലാസിനെ കാണി ദയയ്ക്ക് പേടിയോ വെപ്രാളമോ തുടങ്ങി എന്തൊക്കെയോ അസ്വാസ്ഥ്യം തോന്നിപ്പോയി. ശ്രീറാം അവർക്ക് ഇരുവർക്കും സംസാരിക്കാനുള്ള സാഹചര്യം ഒരുക്കി ദയയ്ക്കരികിൽ നിന്നും അല്പം അകന്നു മാറി നിന്നു. അതുകൂടെ ആയപ്പോഴേക്കും ദയയുടെ ഭയം ഉച്ചസ്ഥായിയിലെത്തി. അവൾ ഉയർന്ന ഹൃദയമിടിപ്പോടെ കൈലാസിനെ നോക്കി. അവൻ്റെ മിഴികളിൽ മുമ്പ് കണ്ട ക്രോധമോ മുഖത്ത് ഞാനെന്ന അഹംഭാവമോ ഇല്ലെന്ന് ദയ വീക്ഷിച്ചു. ദയ പോലും പ്രതീക്ഷിക്കാതെ കൈലാസ് ദയയുടെ 2 കൈകളും അവൻ്റെ കൈക്കുള്ളിലാക്കി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എനിക്ക് അറിയില്ല എന്താ എങ്ങനെയാ. അവൻ്റെ വാക്കുകൾ ഇടർച്ചയോടെ മുറിഞ്ഞുപോയി. ദയയുടെ കൈകൾ അവൻ്റെ വരി നെറ്റിയോട് മുട്ടിച്ച് കൈലാസ് തേങ്ങി. എന്തു ചെയ്യണമെന്നൊരു ഊഹവും ആ നേരം അവൾക്കുണ്ടായില്ല. കൈകൾ പിൻവലിക്കാൻ പോലും ശ്രമിക്കാതെ അവൾ ആ നിമിഷം തരിച്ചു നിന്നു. ഐ ആം റിയലി സോറി. പറയാൻ പാടില്ലാത്തതാണ് പറഞ്ഞത്. അതൊരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ലെന്നും അറിയാം. ക്ഷമ പറയാനല്ലാതെ എനിക്ക്. അവൻ്റെ ചൊടികൾ വിതുമ്പി. സാരില്ല. കൈലാസിൻ്റെ കണ്ണുനീർ കാണെ ദയ വേദനയോടെ പറഞ്ഞു. ഒരു വേള അവളുടെ മിഴികളും തുളുമ്പി. ഞാൻ ഒരിക്കൽ ചെയ്തു പോയ തെറ്റ്, അത് ഇന്ന് ഇവിടെ വെച്ച് തിരുത്താമെന്ന് തോന്നുന്നു. അവൻ ഉള്ളം കൈയാൽ കണ്ണും മുഖവും അമർത്തി തുടച്ച് എല്ലാവരെയും ഒന്ന് പിന്തിരിഞ്ഞു നോക്കിയ ശേഷം ആത്മവിശ്വാസത്തോടെ ദയയ്ക്ക് നേർക്കുനേർ നിന്നു. അന്ന് ചോദിച്ചതുപോലെ വീണ്ടും ചോദിക്കുക. ഞാൻ വിവാഹം ചെയ്തോട്ടെ ദിച്ചു നിന്നെ? മറുപടി പറയാതിരിക്കരുത്. അന്നത്തെ നിന്റെ നിശബ്ദതയാണ് എന്നെക്കൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിപ്പിച്ചത്. അതുകൊണ്ട് എനിക്കൊരു ഉത്തരം വേണം, പ്ലീസ്. കൈലാസ് താഴ്മയോടെ അപേക്ഷിച്ചു. കൈലാസിൻ്റെ വാക്കുകൾ രസിക്കാതെ ഗോപിക എന്തോ പറയാൻ തുടങ്ങിയതും ശരൺ അവളെ വിലക്കി. ദയയാകട്ടെ കേട്ടത് സത്യമോ മിഥ്യയോ എന്നറിയാതെ കൈലാസിനെ തന്നെ നോക്കി നിന്നുപോയി. അവളുടെ വിടർന്ന മിഴികളിലെ കറുത്ത കൃഷ്ണമണികൾ വെപ്രാളത്തോടെ ശ്രീറാമിലേക്ക് ചലിച്ചു. ഈ സാഹചര്യത്തിൽ നിന്നും തന്നെ രക്ഷിക്കൂ എന്നവളുടെ ഹൃദയം അവനോടയക്കുകയാണ്. എന്നാൽ ആ മുഖത്ത് യാതൊരു ഭാവഭേദവുമില്ല. എപ്പോഴത്തെയും പോലെ തികഞ്ഞ ശാന്തത. അവൻ്റെ മൗനം ദയയെ കുറച്ചൊന്നുമല്ല ഉലച്ചത്.
പറഞ്ഞതല്ലേ ഒരിക്കൽ ഇഷ്ടമാണെന്ന്. പിന്നെ ഇപ്പോഴെന്തേ മിണ്ടാതെ നിൽക്കുന്നത്? എന്തേ ഇയാളെ എതിർക്കാത്തത്? എനിക്ക് ചേട്ടനൊന്ന് പറഞ്ഞതുപോലെ കളിയായി പറഞ്ഞതായിരിക്കുമോ? ശരിക്കും ഇഷ്ടമല്ലേ അപ്പോൾ? അവളുടെ നിറഞ്ഞ കണ്ണുകൾ വേദനയോടെ അവനോട് പരിഭവിച്ചു. പക്ഷേ ശ്രീറാമിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും പ്രകടമായില്ല. ഒരുപക്ഷെ അവളുടെ ഹൃദയം മൗനമായി തന്നോട് പരിഭവിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി കാണില്ല. അല്ലെങ്കിൽ മനസ്സിലായിട്ടും ഇല്ലെന്ന് നടിച്ചു നിൽക്കുകയായിരിക്കും. ദുർഗയുടെ ഒരു ചെറു നോട്ടം പോലും തൻ്റേതാക്കുന്നവന് അവളുടെ നൊമ്പരങ്ങൾ അറിയാൻ സാധിക്കാതിരിക്കുമോ? ദയയുടെ നോട്ടം ശ്രീറാമിലാണെന്ന് മനസ്സിലാക്കിയ കൈലാസ് ശ്രീറാമിന് മുന്നിൽ ചെന്നു നിന്നു. ഏട്ടാ, ഏട്ടൻ പറ, ഏട്ടൻ എന്തെങ്കിലും. ഞാനല്ലല്ലോ ഗിച്ചു ഇതിന് മറുപടി പറയേണ്ടത്, ദുർഗയല്ലേ. ആര് വിവാഹം ചെയ്യണമെന്നും ആരുടെ കൂടെ ജീവിക്കണമെന്നും അവളല്ലേ പറയേണ്ടത്. ഇനി വിവാഹമേ വേണ്ടെന്നാണെങ്കിൽ അതും പറയാം. കൈലാസിന്റെ വാക്കുകളെ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ ശ്രീറാം തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി. ശേഷം ദയയെ നോക്കി തുടർന്നു. കിച്ചുവിനൊരു മറുപടി നൽകൂ ദുർഗ. കിച്ചുവിന് മാത്രമല്ല, എനിക്കും. അവൻ ഊന്നി പറഞ്ഞ അവസാനത്തെ വാചകത്തിൽ നിന്നും ശ്രീറാമിന്റെ മനസ്സിൽ എന്താണെന്ന് ദയയ്ക്ക് ബോധ്യമായി. എന്നാൽ കൈലാസും ഗോപികയും ശരണും ആ വാക്കിന്റെ അർത്ഥതലങ്ങൾ എന്തെന്ന് ഉൾക്കൊള്ളാനാകാതെ ശ്രീറാമിനെ സംശയത്തോടെ നോക്കി നിന്നു. ധൈര്യമായി പറഞ്ഞോളൂ ദുർഗ. അവൻ വീണ്ടും അവൾക്ക് ഊർജം നൽകി പ്രോത്സാഹിപ്പിച്ചു. ഞാൻ ബാക്കി പറയാതെ ദയ ഇരു കൈകൾ കൊണ്ടും തൻ്റെ കാൽത്തുട ഭാഗത്തെ ചുരിദാറിന് ഇരുവശവും ചുരുട്ടിപ്പിടിച്ചു. ദയ അനുഭവിക്കുന്ന സംഘർഷവും പരിഭ്രാന്തിയും എത്രത്തോളമാണെന്ന് വേഗത്തിൽ ഉയർന്നു താഴുന്ന അവളുടെ മാറിടങ്ങൾ വിളിച്ചോതുന്നുണ്ടായിരുന്നു. ഒരു വേള താനിവിടെ തളർന്നു വീണു പോകുമോ എന്ന് പോലും അവൾ ഭയപ്പെട്ടു. വീണ്ടും തൻ്റെ രക്ഷയ്ക്കായി കണ്ണുകൾ ശ്രീറാമിലേക്ക് പാഞ്ഞു. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ച ശേഷം ഇരു കൈകളും ഉയർത്തിയും താഴ്ത്തിയും അവൾക്ക് ശ്വാസം വലിച്ചു വിടാനുള്ള നിർദ്ദേശം നൽകി. അവൻ ചെയ്ത പ്രവൃത്തിയെ 3-4 തവണ അനുകരിച്ച് ദയ ചുറ്റിലും എല്ലാവരിലേക്കും കണ്ണുകൾ പായിച്ചു. നീ എന്തിനാ എൻ്റെ ദച്ചു ഇങ്ങനെ വിറയ്ക്കുന്നത്? നിന്റെ ഇഷ്ടവും താല്പര്യവും പറയാൻ നീ ആരെയാ ഭയക്കുന്നത്? ദയയുടെ മിഴികൾ ശരണിലെത്തി നിന്നപ്പോൾ അവൻ വളരെ സൗമ്യമായി ചോദിച്ചു. മറുപടിയായി ദയ ചിരിച്ചെന്ന് വരുത്തി വീണ്ടും കൈകൾ കൊരുത്ത് പിടിച്ചു. എനിക്ക് പോരട്ടെ, ഗോപു പ്രോത്സാഹിപ്പിച്ചു. ദയ പരവേശത്തോടെ ഉമിനീര് വിഴുങ്ങി തുടർന്നു. ശ്രീയേട്ടനെ ഇഷ്ടം. പറഞ്ഞു നിർത്തിയ ഉടൻ ദയ കണ്ണുകൾ ഇറുകെ പൂട്ടി. തൻ്റെ നിലയെക്കുറിച്ചോർത്തുള്ള അപകർഷതയും ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് തൻ്റെ പ്രണയം വെളിപ്പെടുത്തിയതിൻ്റെ ജാള്യതയും മറ്റുള്ളവരുടെ പ്രതികരണം ഓർത്തുള്ള ഭയമോ തുടങ്ങിയ ഏതൊക്കെയോ വികാരങ്ങൾ അവൾക്കുള്ളിൽ വേലിയേറ്റം സൃഷ്ടിക്കുന്നുണ്ടായി. ശ്രീറാമിലും അതേ അവസ്ഥയായിരുന്നു. ദയ തിരികെ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന വസ്തുതയിലുപരി അവനിൽ ആഹ്ലാദം നിറച്ചത് ഒരു പറ്റം ആളുകൾക്ക് നടുവിൽ നിന്നും ഭയത്തോടെയാണെങ്കിലും മടിയോടെയാണെങ്കിലും തൻ്റെ നിലപാട് വ്യക്തമാക്കാൻ അവൾ ധൈര്യം കാണിച്ചല്ലോ എന്നോർത്തായിരുന്നു. തൻ്റെ ഇഷ്ടങ്ങൾ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് വിട്ടു നൽകാതെ, വരും വരായികളെക്കുറിച്ച് ചിന്തിക്കാതെ, തനിക്കിഷ്ടമില്ലാത്തതിനെ നിഷേധിച്ച് ഇഷ്ടങ്ങളെ തിരഞ്ഞെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു അവൾ. അതിനുമപ്പുറം സ്വന്തം താല്പര്യങ്ങൾക്ക് വില നൽകി സ്വയം സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ദയയുടെ മാറ്റങ്ങളിലേക്കുള്ള അടുത്ത ചുവടുവയ്പ്, സുപ്രധാനമായ ചുവടുവയ്പ്. ധൃതിയിൽ ചെന്ന് കണ്ണടച്ച് നിൽക്കുന്നവളെ തൻ്റെ നെഞ്ചിലേക്ക് ഒതുക്കി കെട്ടിപ്പുണരുമ്പോൾ തനിക്ക് ചുറ്റും തൻ്റെ മാതാപിതാക്കളുണ്ടെന്നും സഹോദരങ്ങളുണ്ടെന്നും അവൻ ചിന്തിച്ചില്ല. എത്ര മുറുകെ പിടിച്ചിട്ടും അവളുടെ ഉടൽ വിറകൊണ്ട് തന്നെ ഇരുന്നു. ഏറെ പ്രിയമുള്ളവൻ്റെ സാന്നിധ്യവും സ്പർശനവും ഇതുവരെ ഒതുക്കിപ്പിടിച്ച വേദനകൾക്കുള്ള മരുന്നായിരുന്നു അവൾക്ക്. ദയയുടെ മിഴിനീർ കണങ്ങൾ ആദ്യമായി തന്നെ ചുട്ടുപൊള്ളിക്കാതെ, വേദനിപ്പിക്കാതെ നെഞ്ചിൽ തണുപ്പ് പടർത്തുന്നത് അവൻ അറിഞ്ഞു. ദയയുടെ വാക്കുകൾ കേൾക്കെ കൈലാസിൻ്റെ മുഖം വിളറിപ്പോയിരുന്നു. എന്തുകൊണ്ടോ അവളോട് ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും തോന്നിയില്ല. പക്ഷേ നഷ്ടബോധം തോന്നി. അവൾക്കായി ഒരിക്കലും തൻ്റെ ഹൃദയത്തിൽ മുള പൊട്ടില്ലെന്ന് ഉറപ്പിച്ച വികാരം. കാരണം എപ്പോഴൊക്കെയോ അവളെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചു പോയിരുന്നു അവൻ. നിറകണ്ണുകളെ തൻ്റെ ചുമലിൽ അമർത്തി തുടച്ചവൻ തനിക്ക് മുന്നിൽ ആലിംഗബദ്ധരായി നിൽക്കുന്നവരെ നോക്കി നൊമ്പരത്തോടെ പുഞ്ചിരി തൂക്കി. ഇനിയൊരിക്കലും ദയ എന്ന പെൺകുട്ടിയെ തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടില്ലെന്ന ഉറപ്പോടെ.